ഓ ആരട്ടി ചളമേക്കി ഗെയ്സ് എന്ന് അനന്തുവിനെ കളിയാക്കുന്നു. ഇയാൾ എങ്ങനെ സംസാരിക്കുന്നത്? ആരട്ടി കൊലമേക്കി ഗെയ്സ് എന്ന് അനന്ത് പറഞ്ഞു എന്ന്. നാച്ചുറലായിട്ട് ഒരാളുടെ തന്തയ്ക്ക് വിളിക്കുന്നത് തെറ്റാണോ? ഇത് തെറ്റാണെങ്കിൽ പറയൂ. എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ദേവ്സ് ടോക്സ്. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്നൊരു പഴമൊഴിയുണ്ട്. പക്ഷേ ഇന്നത്തെ കാലത്ത് ചില ചങ്ങാതിമാർ കാരണം നമുക്ക് പലപ്പോഴും ബുദ്ധിമുട്ടുകൾ മാത്രമേ ഉണ്ടാവാറുള്ളൂ. നമ്മളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു എന്ന ധാരണയിൽ അവർ അവരുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കും. അവർക്ക് പേഴ്സണലി എന്തെങ്കിലും ലാഭമുണ്ടാകുന്ന പരിപാടികൾ കാണിച്ചു വയ്ക്കും. പക്ഷേ അതുവഴി ബുദ്ധിമുട്ടിലാവുന്നത് നമ്മൾ തന്നെയാണ്. ഞാനിത് പറയാനുള്ള കാരണം, ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ചാനലായിക്കോട്ടെ അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോ കാണുന്നവരായിക്കോട്ടെ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കാണുന്നൊരു വാർത്തയാണ് ലൈഫ് ഓഫ് അനന്തുവിലെ അനന്തുവും സിജോ ടോക്സിലെ സിജോയും തമ്മിലുള്ള ഒരു തർക്കം. സിജോ അത് അനന്തുവിൻ്റെ വീട്ടിൽ പോയിട്ട് പരിഹരിച്ചു. ആ സമയത്ത് വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സിജോയുടെ സോറി പറച്ചിലിൽ ഒരു ആത്മാർത്ഥതയും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പറയാനുള്ള കാരണം, അനന്തുവിനോട് എല്ലാം സംസാരിച്ച് കഴിഞ്ഞ് കോംപ്രമൈസ് ആയി അനന്തുവിൻ്റെ പാരൻസിനോട് സോറിയും പറഞ്ഞതിന് ശേഷം പിന്നെ വന്നിരുന്നിട്ട് അനന്തുവിൻ്റെ കുറ്റങ്ങൾ സംസാരിച്ചതിനോടാണ് എൻ്റെ വിമർശനം ഞാൻ രേഖപ്പെടുത്തിയത്. അപ്പോൾ ഇപ്പോൾ സിജോയുടെ ഉറ്റ ചങ്ങാതി, സിജോയുടെ സഹോദര തുല്യനായ വിനു എന്ന് പറയുന്നയാൾ, ഇദ്ദേഹത്തെ കാണുന്നത് ബിഗ് ബോസിൽ സിജോയ്ക്ക് ആ റോക്കിയുടെ തല്ല് കിട്ടിയ സമയത്ത് സിജോനെ കാണാനോ അങ്ങനെ എന്തോ വന്ന സമയത്താണ് ഇദ്ദേഹത്തെ കാണുന്നത്. ഇന്നലെയാണ് ഈ വിനുവിൻ്റെ ചാനൽ കാണുന്നത്. അത് കാണാനുള്ള സാഹചര്യം മൂപ്പൻസ് വ്ലോഗിൽ ശരത്തേട്ടൻ വീഡിയോ ചെയ്ത് കണ്ടപ്പോഴാണ്. ശരിക്കും വിനുവിൻ്റെ വീഡിയോ കണ്ടപ്പോൾ തമാശയാണ് തോന്നിയത്. വിനു ഈ വിഷയങ്ങളൊന്നും വിനുവിന് അറിയത്തില്ല. ആരോ പറഞ്ഞു കേട്ട് അറിവ് വെച്ച് ചെയ്ത പോലെയാണ് എനിക്ക് തോന്നിയത്. അനന്തുവിൻ്റെ വീട്ടിൽ പോയി സിജോ സോറി പറഞ്ഞു, അതിൻ്റെ വീഡിയോ സിജോ പുറത്തുവിട്ടു. അത് ആരൊക്കെ റിയാക്ട് ചെയ്തെന്നോ അല്ലെങ്കിൽ എന്തൊക്കെ സംസാരിച്ചെന്നോ ഒന്നും ഒരു ധാരണയും ഇയാൾക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട. എന്നാൽ ചങ്ങാതി നന്നായില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ എയറിൽ നിന്ന് താഴെ ഇറങ്ങാൻ ഒരുപാട് കാലതാമസം എടുക്കും. സിജോ പോയി സോറി പറഞ്ഞതിന് ശേഷം ഒരുവിധം ഒന്ന് വിഷയങ്ങളൊക്കെ കെട്ടടങ്ങി വന്നതാണ്. പക്ഷേ ഇയാൾ കാരണം സിജോ വീണ്ടും എയറിൽ കയറാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇയാളുടെ ഉദ്ദേശം ഈ മറ പറ്റിയിട്ട് പുള്ളിക്ക് കുറച്ച് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയാണോന്നും നമുക്കറിയത്തില്ല. പക്ഷേ സിജോനെ ന്യായീകരിക്കാൻ വേണ്ടി വന്നിട്ട് ഇപ്പോൾ സിജോനെ വീണ്ടും എയറിലേട്ട് അടിച്ചങ്ങ് വിട്ടേക്കാണ്. നമുക്കെന്തായാലും ഈ വിനോദ് ചേട്ടൻ്റെ വീഡിയോ ഒന്ന് കാണാം. സോ ഹായ് ഫ്രണ്ട്സ്, ഹായ്. തമ്മിൽ കാണിച്ച പോലെ തന്നെ സിജോയും അനന്തുവും തമ്മിലുള്ള പ്രശ്നം അവിടെ സോൾവ് ആയി. എനിക്ക് പറയാനുള്ള സിജോടാ, എന്താണ് സിജോ ഈ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ സോൾവ് ചെയ്യാൻ പാടുള്ളൂ. തമ്മിൽ തല്ലണം, തമ്മിൽ തല്ലി അങ്ങോട്ട് ഇടും, തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ച് അത് കേൾക്കുമ്പോഴേ ബാക്കിയുള്ള യൂട്യൂബർമാർക്ക് ഹരം വരും അല്ലേ. എന്തൊക്കെ ഉപദേശമായിരുന്നു. കുറേ ആളുകളല്ലേ, നമ്മുടെ ഓപ്രോ മച്ചാൻ, അതുൽ ബോക്സ്, പിന്നെ വിവി, പിന്നെ നമ്മുടെ ഹൈ ഫ്രണ്ട്സ് നമ്മുടെ മൂപ്പൻ, ഇവരൊക്കെ സിജോ തിരി പിടിച്ചില്ല. ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, മൂപ്പൻ വ്ലോഗിലെ ശരത്തേട്ടൻ സിജോനെ കുറിച്ച് ഒരു വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇയാൾ എവിടെ വെച്ചിട്ടാണ് മൂപ്പൻ വ്ലോഗിൽ ശരത്തേട്ടൻ്റെ പേരെടുത്ത് സംസാരിച്ചെന്ന് മനസ്സിലാവുന്നില്ല. എന്നിട്ട് ശരത്തേട്ടൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം ശരത്തേട്ടൻ്റെ വീഡിയോയുടെ താഴെ പോയിട്ട് ഒരു കമൻറ്റ്, സോറി ബ്രോ, അതൊരു ഒഴുക്കിൽ വന്നതാണ്. അപ്പോൾ ഒഴുക്കിന് വരാൻ ഇതിന് മാത്രം ഒഴുക്ക് എവിടെ അപ്പാ എനിക്ക് മനസ്സിലാവുന്നില്ല. സിജോ, എനിക്ക് തോന്നുന്നു സിജോയും താങ്കളും തമ്മിൽ പ്രശ്നമൊന്നുമില്ലെന്ന് തോന്നുന്നു, സീ യു സൂൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ഈ വായി തോന്നിയത് വിളിച്ചു പറയാനും പിന്നെ പോയിട്ട് മാപ്പ് പറയാനും ഇത് നിങ്ങൾ സുഹൃത്തുക്കൾക്ക് ഒരുമിച്ച് കിട്ടിയൊരു കഴിവാണോ? ഇന്ന് വന്ന് ഒരു വിഷയം പറയുക, അല്ലെങ്കിൽ ഒരാളെ തന്തയ്ക്ക് വിളിക്കുക, എന്നിട്ട് നാളെ പോയിട്ട് സോറി പറയുക, ഇത് ഒരുമിച്ച് കിട്ടിയ ഒരു കഴിവാണോ? ബാക്കി കേൾക്കാം. അതായത് പിന്നെ ഒരു ലേഡി ബ്ലോഗർ ഉണ്ടായിരുന്നു, അവരെന്താ ഒരു പെണ്ണെന്ന് വിളിച്ചു, മോളെന്ന് വിളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. ഒരു അധ്യാപകനല്ലേ സിജോ, സിജോ ഇങ്ങനെയൊക്കെ വിളിക്കാൻ പാടുണ്ടോ? ലേഡി ബ്ലോഗർ എന്ന് പറഞ്ഞ സ്മൃതിയാണ് വീഡിയോ ചെയ്തിട്ട് സിജോനെ വിമർശിച്ചത്. അപ്പോൾ സ്മൃതി പറഞ്ഞല്ലോ, എനിക്ക് യാതൊരു തെറ്റും പറയാനില്ല. കാരണം ഒരു പയ്യനെ മോനെന്ന് വിളിച്ചപ്പോൾ അവൻ പറഞ്ഞു, എന്നെ മോനെന്ന് വിളിക്കേണ്ട, എൻ്റെ പ്രായം ഇത്രയാണ് എന്ന് പറഞ്ഞപ്പോൾ, എന്നാൽ മോനെന്ന് വിളിക്കില്ല, മോളേന്ന് വിളിക്കുക, മോളേന്ന് വിളിക്കേണ്ട പ്രവൃത്തികളാണ് കുറച്ച് കാലമായിട്ട് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ മോളെ വിളി അത്രയ്ക്ക് മോശം വിളിയാണോ? അല്ല, എനിക്ക് അറിയാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. എനിവേ, ബാക്കി. അധ്യാപകർക്ക് വികാരവും, അധ്യാപകർ തെറി വിളിക്കാൻ പാടില്ലേ, അധ്യാപകരെ ചീത്ത വിളിക്കാനുള്ള അവകാശമില്ലേ, അധ്യാപകർ എന്തൊക്കെ നിലയ്ക്ക് വിളിച്ചാലും അധ്യാപിക ഈ കണ്ണാപ്പിന്നോ എന്താ പറയുക, മൊണ്ണേഷമോ മാമ്പഴമോ എന്തൊക്കെയോ മാങ്ങാണ്ടി മോറെന്നോ ഇങ്ങനെയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒന്നും മിണ്ടാതെ ഇരുന്ന് കേൾക്കണം. ഞാൻ അധ്യാപകനായതുകൊണ്ട് ഞാൻ ഒന്നും പറയാൻ പാടില്ല. എൻ്റെ അധ്യാപന വൃത്തി, എൻ്റെ ഉള്ളിനുള്ളിലുള്ള ആ ഒരു. അധ്യാപകർക്ക് വികാരം വരില്ലേ? തീർച്ചയായിട്ടും വരും. അധ്യാപകർക്ക് ദേഷ്യം വരും, സങ്കടം വരും, സന്തോഷം വരും. ഇതൊക്കെ പ്രകടിപ്പിക്കാനുള്ള റൈറ്റും അധ്യാപകർക്കുണ്ട്. പക്ഷേ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് യാതൊരു പ്രൊവോക്കേഷനും ഇല്ലാതെ സിജോ പറഞ്ഞതിനുള്ള മറുപടിയാണ് അനന്തു തന്നത്. അത് സിജോയ്ക്ക് നേരെ. സിജോയുടെ അച്ഛനോ അമ്മയ്ക്കോ വീട്ടിലിരിക്കുന്നവരെയോ ഒന്നും അനന്തു സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അനന്തു ന്യായീകരിക്കുന്നില്ല. അനന്തു ഇതിനകത്ത് പറഞ്ഞേക്കുന്ന വാക്കുകൾ അനന്തു ഉപയോഗിക്കുന്നതിനോട് എനിക്കും വിയോജിപ്പുണ്ട്. പക്ഷേ ഈ വിഷയത്തിൽ അനന്തു സിജോനെ ഒരു കാര്യം പോലും സിജോയുടെ വീട്ടുകാരെ മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കവേ സിജോ വന്നിട്ട് അനന്തുവിൻ്റെ പൈതൃകത്തെ ചോദ്യം ചെയ്തത് തെറ്റ് തന്നെയാണ്. അത് സിജോ അംഗീകരിച്ച കാര്യമാണ്. സിജോ പോയിട്ട് സോറി പറഞ്ഞാണ്. പിന്നെ ഇയാൾക്ക് എന്താ കേട്? അപ്പോൾ ഇയാൾക്ക് എന്താ ഈ പേരും പറഞ്ഞിട്ട് എനിക്കൊന്ന് ആളാവണം? നന്നായിട്ട് ആളായിട്ടുണ്ട്. ഇപ്പോൾ നന്മ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം. അവൻ അധ്യാപകനല്ലേ, അല്ലാതെ ഗാന്ധിജി ഒന്നും അല്ലല്ലോ. അടിച്ചിട്ട് തിരിച്ചു തല്ലാൻ അടുത്ത മുഖം കാണിച്ചു കൊടുക്കാൻ തല്ലിക്കെന്ന് പറഞ്ഞിട്ട് അല്ലേ. തിരിച്ചു പറയാൻ തോന്നും, പറഞ്ഞു പോകും, ആരായാലും പറയും.
പിന്നെ ഈ മോളെ എന്നൊക്കെ വിളിക്കുന്ന സംഭവം ചില ആളുകൾക്ക് ഈ വീട്ടിൽ തന്നെ ഇരുന്ന് അല്ലെങ്കിൽ കുറ്റം കുറച്ചും പറഞ്ഞ് മാത്രം ഇരുന്ന് അത് സമൂഹത്തിൽ ഒരു തരത്തിലുള്ള ബന്ധമില്ലാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്നവരെ ചിലപ്പോൾ മോളേന്നും മൊന്നേഷൊക്കെ ചിലപ്പോൾ വിളിച്ചു പോകുന്നതാണ്. അതിലൊരു തെറ്റ് ഞാൻ കാണുന്നില്ല. ഓ സേട്ടൻ പിന്നെ ഇവിടെ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് പുണ്യപ്രവൃത്തിയാണല്ലോ. മോനെ കുട്ട നിനക്ക് സുഖമല്ലേടാ എന്നാണല്ലോ ചോദിക്കുന്നത്. കുറ്റവും കുറവൊന്നും അല്ല പറയുന്നത്. കാഷ്ടം. സിജോ പറഞ്ഞ അനന്തുവിനെ വിളിച്ച പൈതൃകത്തെ കുറിച്ച് പലരും തന്തയ്ക്ക് വിളിക്കാറുണ്ടല്ലേ, ഓപ്പൺ തന്തയ്ക്ക് വിളിക്കാറ്. അപ്പം ഇത് ആ ഒരു എന്താ പറയാ വളരെ നാച്ചുറലായിട്ട് ഓപ്പണായിട്ട് തന്തയ്ക്ക് വിളിച്ച ചെവിക്കടിച്ച് പൊട്ടിക്കും ഏത് മോനാണെങ്കിലും. അനന്തുവിന്റെ മുന്നിൽ പോയിട്ട് വിളിച്ചിരുന്നെങ്കിൽ അനന്ത് പട്ടയെന്ന് പറഞ്ഞാൽ പൊട്ടിച്ചേനെ. അതിപ്പോൾ അനന്തൊന്നല്ല, ഞാനായാലും പൊട്ടിക്കും. ഓപ്പണായിട്ട് തന്തയ്ക്ക് വിളിക്കില്ലേ, താൻ വിളിക്കുമായിരിക്കും. എന്താ പറയാ വളരെ നാച്ചുറലായിട്ട് പൈതൃകത്തെ കുറിച്ച് സംസാരിച്ചാണ്. അത് ഒരു വികാരത്തിന്റെ പേരിൽ നമ്മൾ പറഞ്ഞു പോകും, സംസാരിച്ചു പോകും. അതിൽ ഞാൻ ന്യായീകരിക്കല്ല. നാച്ചുറലായിട്ട് പൈതൃകത്തെ കുറിച്ചിട്ട് നാച്ചുറലായിട്ട് വളരെ നാച്ചുറലായിട്ട് താങ്കളുടെ അച്ഛനെ വിളിക്കട്ടെ. നാച്ചുറലായിട്ട് അവൻ്റെ അത് ഒരു വികാരത്തിന്റെ പേരിൽ നമ്മൾ പറഞ്ഞു പോകും, സംസാരിച്ചു പോകും. അതിൽ ഞാൻ ന്യായീകരിക്കല്ല. തെറ്റായ വികാരത്തിന്റെ പുറത്ത് ഞാനും നാച്ചുറലായിട്ട് താങ്കളുടെ പൈതൃകത്തെ ചോദ്യം ചെയ്യട്ടെ ചേട്ടാ. അതുകൊണ്ടായിരിക്കണമല്ലോ ശിവ നേരിട്ട് പോയി ഈ അനന്തു എന്ന് പറഞ്ഞ പയ്യന്റെ വീട്ടിൽ പോയി സംസാരിക്കുകയും അനന്തുമായിട്ട് ഒരു രമ്യതയിലെത്തി. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ഞാൻ ഇപ്പോഴും ഈ ആളുകൾ ക്ഷയിക്കാൻ കൊടുക്കുമ്പോൾ ആളുകൾ നമ്മളെ കണ്ണുനോക്കി സംസാരിക്കുമ്പോഴും ഇവരുടെ ഈ ബോഡി പോസ്റ്ററും കമ്മ്യൂണിക്കേഷൻ രീതിയും കാണുമ്പോൾ നമുക്ക് ചില ഡൗട്ടുകൾ ഫീൽ ചെയ്യും. അതിനകത്ത് അനന്തുവിന്റെ ആ ഒരു അയ്യോ ചേട്ടൻ ഇത്ര വലിയ ആളായിരുന്നു എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. സൈക്കോളജിസ്റ്റ് ആണോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. കാരണം ആൾക്കാരുടെ ബോഡി സ്ട്രക്ചറൊക്കെ വെച്ചിട്ട് ആൾക്കാരെ അനലൈസ് ചെയ്യാൻ പറ്റുന്ന അതിന് കഴിവുള്ള ആളായിരുന്നു എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ക്ഷമിക്കണം ചേട്ടാ പ്ലീസ്. ടിപ്പ് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഇവർ നമ്മൾ ഗ്യാപ്പ് ഉണ്ട്. അതായത് എനിക്ക് തോന്നുന്നത് സിജു അനന്തുവിന്റെ വീട്ടിൽ വന്നത് ഒന്നെങ്കിൽ അനന്തു ഇഷ്ടപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ അനന്തു അത് പേടിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. എന്നെ പേടിച്ചിട്ട് അനന്ത് മുള്ളിയുടെ നിൽക്കുമായിരുന്നു. എന്തോ നാടേ അവനെ ഇഷ്ടപ്പെട്ടില്ല സിജു കയറി ചെന്നത്. കാരണം അവൻ്റെ അച്ഛനും അമ്മയ്ക്കാണ് പറഞ്ഞേക്കുന്നത്. അവൻ്റെ അമ്മേനെയാണ് ഇയാൾ മോശമായിട്ട് ചിത്രീകരിച്ചിരുന്നത്. അങ്ങനെയുള്ള ഒരുത്തൻ വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ പെട്ടെന്നൊന്നും ഒരുത്തനും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആ ദേഷ്യം മുഖത്തും കാണും, ചിലപ്പോൾ അവൻ്റെ പ്രവൃത്തിയിലും കാണും. ഇവിടെ അനന്തു അത് വളരെ മാന്യമായിട്ട് പ്രകടിപ്പിച്ചു. അറ്റ്ലീസ്റ്റ് തോളി കൈയിടാൻ സമ്മതിച്ചല്ലോ, അത് തന്നെ അനന്തുവിന്റെ വലിയ മനസ്സാണ്. ഒരു ഫീലിംഗ് ആയിരിക്കാം. മേ ബി ചിലപ്പോൾ അനന്തു ചിലപ്പോൾ ഹാപ്പി ആയി കാണും ശിവനെ കണ്ടുകൊണ്ട്. ചിലപ്പോൾ അമ്മ ഈ പറഞ്ഞ പോലെ അമ്മ നന്നല്ലോ എന്ന് തോന്നിയിട്ടുണ്ടാവും. ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ സോൾവ് ചെയ്താണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം ഇത് സോൾവ് ചെയ്യുന്നതിന് മുമ്പ് വരെ ഇവർ തമ്മിലുള്ള ആ ഒരു അടി അത് ഉപദേശമായിട്ട് പലതും നടന്നത്. ഇത് സോൾവ് ചെയ്തപ്പോഴത്തേക്ക് ആരും വീഡിയോ ഞാൻ കണ്ടില്ല. ഞാനൊരു ദിവസം മൊത്തം വെയിറ്റ് ചെയ്യാൻ വിചാരിച്ചു. ആളുകൾ വീഡിയോ എടുക്കുന്നുണ്ട്, അത് നന്നായി, അത് അങ്ങനെ ചെയ്ത് നന്നായി. ആരും അങ്ങനെ മെനക്കെടാറില്ല അല്ല. ഇപ്പം നമ്മളെ ആരും തെരുവ് വിളിച്ചു വെച്ചാൽ അവരുടെ വീട്ടിൽ പോയി സംസാരിക്കാൻ ആരും മെനക്കെടാറില്ല. പക്ഷെ എടോ യൂട്യൂബേഴ്സ് എന്ന് പറയുന്നത് ആരും തല്ലിപ്പിരിയണം തല്ലിച്ചാവണം എന്നൊന്നും ചിന്തിക്കുന്ന ആൾക്കാരല്ല, സോൾവ് ചെയ്യണം എന്ന് തന്നെ ചിന്തിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ആ സോൾവ് ചെയ്യുന്നതിൽ ഒരു ആത്മാർത്ഥത ഉണ്ടാവണം. സിജോയുടെ സോൾവിങ്ങിൽ യാതൊരു ആത്മാർത്ഥത ഉണ്ടായിരുന്നില്ല. അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലായ കാര്യമാണ്. സിജോ അവിടെ പോയി സോറി പറഞ്ഞു, അത് അക്സെപ്റ്റ് ചെയ്യുന്നു, മാപ്പ് പറഞ്ഞു, ശരിയാണ്. പക്ഷേ ആ മാപ്പ് പറച്ചിൽ കഴിഞ്ഞതിന് ശേഷം സിജോ എന്ത് തെമ്മാടിത്തരം കാണിച്ചത്? അവിടെ അനന്തുവിനെ വീണ്ടും അനന്തു ചെയ്ത് തെറ്റ് എന്ന് പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ തെറ്റല്ലേ സിജോ അനന്തുവിനോട് സംസാരിച്ച് സോൾവ് ചെയ്തത്? പിന്നെ വന്ന് ആ വീഡിയോയുടെ ബാക്കി ഭാഗമായിട്ട് അനന്തു അങ്ങനെ ചെയ്തു, അനന്തു ഇങ്ങനെ ചെയ്തു, അങ്ങനെ എനിക്ക് ഹേർട്ടായി, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇത് അനന്തുവിനോട് സംസാരിച്ച് കഴിഞ്ഞ കാര്യമല്ലേ? പിന്നെ ആരെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് വീഡിയോ വന്ന് വീണ്ടും പറയുന്നത്? അവിടെയാണ് പറഞ്ഞത് സിജോ സോറി പറഞ്ഞത് ആത്മാർത്ഥമായിട്ടല്ല എന്ന് പറഞ്ഞത്. ഒരാളോട് നമ്മൾ തെറ്റ് ചെയ്തു, ആ പ്രശ്നം സോൾവ് ചെയ്തു, അല്ലെങ്കിൽ ക്ഷമ പറഞ്ഞ് അത് പരിഹരിച്ചു, അതിനുശേഷം പിന്നെയും അയാളെക്കുറിച്ച് കുറ്റം പറയുന്നുണ്ടെങ്കിൽ അതെങ്ങനെ സോൾവിങ് ആവുന്നത്? അപ്പോൾ സിജോയുടെ മനസ്സിൽ അപ്പോഴും ആ സാധനം കിടപ്പുണ്ട്. അനന്തു കളഞ്ഞെങ്കിലും സിജോ അത് കളഞ്ഞിട്ടില്ല. എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. ഇനി നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. സിജോ അവിടെ പോയി സോറി പറഞ്ഞു, പുറത്തിറങ്ങിയിട്ട് അനന്തൊരു കുറ്റങ്ങളെടുത്ത് വിളമ്പുകയും ചെയ്തു. ഇതാണ് ഞാൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. ആ സോറി പറച്ചിൽ എന്താ ആത്മാർത്ഥതയുള്ളത്? എനിവേ സോറി പറഞ്ഞു, അത് അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഇയാൾ വന്ന് എന്തിനായി ന്യായീകരിക്കുന്നത്? കൂട്ടുകാരനായതുകൊണ്ടോ? ഒന്നുമല്ല. മെനക്കെട്ട് അവരുടെ പേരൻസിനെ കാണാനുള്ള ധൈര്യം കാണിച്ചെങ്കിൽ അത് നല്ലൊരു ആറ്റിറ്റ്യൂഡായിട്ടാണ് എനിക്ക് സിജോയിൽ ഫീൽ ചെയ്തത്. പിന്നെ സിജോയെ കുറച്ച് നാളായിട്ട് അറിയാവുന്ന ഒരാളായതുകൊണ്ട് പൊതുവെ സിജോ അങ്ങനെ അല്ലായിരുന്നു ചെയ്യുന്നത്. സാധാരണ സിജോ നേരെ കയറി എന്നാണ് പൊട്ടിക്കുന്ന സ്വഭാവമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. കാരണം ആ ഒരു ആറ്റിറ്റ്യൂഡ് അവരിലുള്ളതായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. പിന്നെ എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് തോന്നുന്നത് മേ ബി ഈ ബിഗ് ബോസ് ആ ആറ്റിറ്റ്യൂഡും വെച്ച് അധികം നാൾ പോകാൻ പറ്റില്ല എന്നുള്ള കാര്യം സിജോയ്ക്ക് തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവിടെ പോയിട്ട് സോറി പറയാൻ തയ്യാറായത്. ഭാര്യ പറഞ്ഞു, അച്ഛൻ പറഞ്ഞു, അമ്മ പറഞ്ഞു, സോറി പറഞ്ഞില്ലെങ്കിൽ വീട്ടിൽ കയറ്റില്ല എന്ന് പറഞ്ഞു. ഇത് ഞാൻ പറഞ്ഞല്ല കേട്ടോ, സിജോ തന്നെ പറഞ്ഞതാണ്. പിന്നെ ആളുകൾ പറയുന്നുണ്ട് ബിഗ് ബോസിൽ വന്നപ്പോൾ അഹങ്കാരം കൂടി എന്നൊക്കെ പറഞ്ഞ കമന്റ് ബോക്സിലൊക്കെ ഞാൻ കാണുന്നുണ്ട്. 10,000-12,000 പേരുണ്ടാവും അല്ലേ? എന്തോന്നടേ ബിഗ് ബോസ് എന്തോ ലൈഫിന്റെ അൾട്ടിമേറ്റ് ആണോ? ബിഗ് ബോസിൽ പോയിട്ട് ഫെയിം ഉണ്ടാക്കിയ ആൾക്കാർ കണ്ടിട്ടുണ്ട്, ബിഗ് ബോസിൽ പോയിട്ട് ഒന്നുമില്ലാതായ ആൾക്കാരും കണ്ടിട്ടുണ്ട്. ഇതൊക്കെ എത്ര നാളത്തേക്കാണ്? ഈ ബിഗ് ബോസ് സീസൺ 1 മുതൽ ഇപ്പോൾ 6 കഴിഞ്ഞു മലയാളം സീസണിൽ. ഈ 6 സീസണിൽ എത്ര പേര് ലൈം ലൈറ്റിൽ ഇപ്പോഴും ഉണ്ട്? പിന്നെ ചില ആൾക്കാർ ലൈം ലൈറ്റ് നിൽക്കാൻ വേണ്ടി എന്ത് കോമാളിത്തരം കാണിക്കും, അത്രേ ഉള്ളൂ. അങ്ങനെ കാണുന്നുള്ളൂ. ബിഗ് ബോസ് അല്ല ലൈഫിന്റെ അൾട്ടിമേറ്റ്. ബിഗ് ബോസിന് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുത്തത് 2,000 പേര് എത്ര പേർക്കായിരിക്കും അപ്രൂവൽ കിട്ടുന്നത്? ആ സമയത്ത് ഒരു സെലിബ്രിറ്റിയോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഒരു പബ്ലിക് ഫിഗറൊന്നും ആവാഞ്ഞിട്ട് പോലും തന്നതായിട്ടുള്ള കോൺഫിഡൻസിൽ അയാൾ കയറിയെങ്കിൽ അത് അയാളുടെ കഴിവല്ലേ? പിന്നെ അയാളെ ഒരാൾ തല്ലിയ കാര്യം
ഈ തല്ലിയവന് ആരെ വേണം തല്ലാനുള്ള അവകാശമുണ്ട്. എനിക്കൊരാളെ തല്ലാം അല്ലേ, എനിക്കൊരാളെ തലോടാനാണ് പാടും. സിജോയ്ക്ക് കിട്ടിയ തല്ല് റോക്കിയുടെ കയ്യിൽ നിന്ന്, അത് എനിക്ക് ആ ഷോ കണ്ടപ്പോൾ തോന്നിയൊരു കാര്യം, എനിക്ക് ആ തല്ല് കിട്ടിയതിൽ വിഷമമുണ്ട്. കാരണം ഒരാളെയും അങ്ങനെ തല്ലാൻ പാടില്ല. പക്ഷേ അത് സിജോ ചോദിച്ച് വാങ്ങിയ തല്ലാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒരുത്തൻ കയ്യിൽ എൻ്റെ പുറത്ത് കൈ തുടരുത് എന്ന് പറയുമ്പോൾ തൊട്ടാ എന്ത് ചെയ്യും എന്നും പറഞ്ഞ് ചൊറിഞ്ഞ് അവൻ്റെ വാങ്ങിയതാണ്. അതിന് യാതൊരു സംശയമില്ല. പക്ഷേ ആ തല്ല് കിട്ടിയതിൽ വിഷമമുണ്ട്. തല്ലാൻ പാടില്ലായിരുന്നു, എന്നാൽ അങ്ങോട്ട് പോയി ചൊറിഞ്ഞത് വാങ്ങിയതാണ് അല്ലെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ആ ഷോ കണ്ട ഒരാൾക്കും അത് പറയാൻ പറ്റില്ല. അപ്പോൾ അതിനെ പിന്നെ എന്തുവാ, എനിക്കൊരാളെ തല്ലി തൂപ്പിക്കാൻ വലിയ പാടുന്നില്ല, പക്ഷേ തിരിച്ച് തല്ലില്ലായ്മ ഉള്ളവൻ നമുക്ക് ആരാണ് ഇച്ചിരി മുന്നേ ഇയാൾ എന്താ പറഞ്ഞത്? സിജോയുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒന്നും പറഞ്ഞിട്ട് പോയി തല്ലുന്നവനാണ് എന്നല്ലേ പറഞ്ഞത്. ഇപ്പം പറയുന്നു തിരിച്ച് തല്ലില്ല എന്നറിയുന്ന ആരെയും ആർക്കും തല്ലാം. എവിടെയെങ്കിലും ഒരിടത്ത് ഉറച്ച് നിൽക്കാൻ എൻ്റെ പൊന്ന് സേട്ടൻ എന്തിനാ ഇങ്ങനെ മാറ്റി പറയുന്നത്? രണ്ട് വള്ളത്തിൽ ചവിട്ടി കഴിഞ്ഞാൽ അവസ്ഥ അറിയാമല്ലോ, വള്ളം രണ്ട് നീങ്ങി പോവുകയും ചെയ്യും, അവസാനം പലതും സംഭവിക്കും. ബോഡിയിലും ഉണ്ടായ ബുദ്ധിമുട്ടുകൾ നമുക്ക് അടുത്തറിയാവുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ സത്യം പറഞ്ഞാൽ. കാരണം ഹോസ്പിറ്റലിൽ ആദ്യമേ കാണാൻ പോയ സാഹചര്യത്തിൽ നമുക്കറിയാം മുഖം എങ്ങനെ ഇരുന്നേന്ന്. അത് പക്ഷേ പല അല്ല സേട്ടാ, ഇത്തരം കാര്യങ്ങൾ അടുത്തറിയുന്നവർക്ക് മാത്രമല്ല, അകലെ നിൽക്കുന്നവർക്കും കുറേയൊക്കെ മനസ്സിലാവും എത്രമാത്രം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ സിജോയെ കുറേ കാലം സപ്പോർട്ട് ചെയ്തത്. പിന്നെ എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്തില്ല എന്ന് ചോദിച്ചാൽ അത് അവൻ്റെ കയ്യിലിരിപ്പുണ്ടാവും. സപ്പോർട്ട് ചെയ്തിരുന്നു, ഈവൻ ഞാൻ ഉൾപ്പെടെ സപ്പോർട്ട് ചെയ്തിരുന്നു. ചെയ്യാത്തതിന് കാരണം കയ്യിലിരിപ്പ് തന്നെയാണ്. ഒരുപാട് കാലമൊന്നും സഹതാപം കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. എപ്പോഴെങ്കിലും നമ്മുടെ റിയൽ ക്യാരക്ടർ പുറത്തു വരുമ്പോൾ ജനങ്ങൾ അത് തിരിച്ചറിയും. സ്വാഭാവികമായിട്ടും ആൾക്കാർ റിയാക്ട് ചെയ്യും. അതിലവൻ വീണ്ടും പറയാൻ ഇത് തെറ്റാണ്. ഡോക്ടർ അതിനകത്ത് ഈ പറഞ്ഞ ഒരു ഭാഗം പോലും തളർന്നു പോകാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ഒരു സംസാരം വന്നപ്പോഴത്തേക്ക് അന്ന് പേടിച്ചുണ്ടാവും. അത് ഒരാളുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു വൈകൃതപരമായിട്ടുള്ള ഒരു സമീപനത്തിന്റെ മുമ്പിൽ വെച്ചിട്ടാണ്. അല്ലാതെ ഒരാളെ വേദനിപ്പിക്കാൻ, അല്ലെങ്കിൽ സിജോ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റിനെ വേദനിപ്പിക്കാനായിട്ട് റോക്കി ചെയ്തത് കറക്റ്റാണ് എന്ന് ന്യായീകരിക്കുന്ന ഇഷ്ടംപോലെ കമന്റുകളും ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. സോ എന്തായാലും പ്രശ്നം സോൾവ് ആയി. അതോടുകൂടി മിക്കവരെയും അടക്കം നിർത്തി, സംസാരവും നിർത്തി. നമുക്ക് ആർക്കൊന്നും പറയാനില്ല. റോക്കി ചെയ്തതിനെ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല. പക്ഷേ സിജോയുടെ പ്രവൃത്തികളാണ് ആളുകൾ സിജോയ്ക്ക് എതിരാവുന്നത്. താങ്കളുടെ സംസാരമാണ് വീണ്ടും സിജോയ്ക്കെതിരെ ആളുകൾ തിരിയുന്നത്. അത് താങ്കളൊന്ന് മനസ്സിലാക്കുക. തെറി പറയുന്നതും അച്ഛനും അമ്മയ്ക്കും പറയുന്നതൊക്കെ ഒരു അലങ്കാരമായിട്ട് കൊണ്ട് നടക്കുന്ന താങ്കളെപ്പോലുള്ളവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. സിജോ റോക്കിയുടെ അച്ഛനെ പറഞ്ഞതാണ് ഇവിടെ ന്യായീകരിക്കുന്നത്. എത്ര തല്ലിയൊരുത്തനായിക്കോട്ടെ അവനെ പറഞ്ഞോ, എന്നിട്ട് അവൻ്റെ വീട്ടുകാരെ പറയുന്നത്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് നിന്റെ തന്ത അല്ലെങ്കിൽ നിന്റെ അച്ഛൻ അങ്ങനെയാണ്, അവൻ്റെ അച്ഛൻ അങ്ങനെ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ അവന് പൈതൃകമില്ലാത്തതുകൊണ്ടാണ്. സ്വന്തം അച്ഛനമ്മയെ സ്നേഹിക്കുന്നവർ ഒരിക്കലും അങ്ങനെ പറയില്ല. അപ്പം നേരത്തെ പലരും പറയുന്നുണ്ടായിരുന്നു സിജു അങ്ങനെ പറഞ്ഞ മാപ്പ് പറയണം, മാപ്പ് ചോദിക്കണം, എന്ത് മാപ്പ് ചോദിക്കണം. വീട്ടിൽ പോയി സംസാരിച്ചോ, അമ്മയോടും അച്ഛനോട് സംസാരിച്ചു. എനിക്ക് അഞ്ചിന് അളിയനുണ്ടായിരുന്നു, ഞാൻ വീഡിയോ മനസ്സിലാക്കുന്നു. അളിയുണ്ടായിരുന്നു ഒരു ഉത്സവം, കല്യാണം തമ്മിൽ ആറാട്ടുമല്ലായിരുന്നു. അപ്പോൾ ഉത്സവം നടക്കുന്ന സമയത്ത് എൻ്റെ ഉത്സവം ചളവാക്കി ഗൈസ് എന്നിങ്ങനെ നമ്മുടെ അനന്ത് പറയുന്നുണ്ടായിരുന്നു. എൻ്റെ ആരാട്ട് ചളവാക്കി ഗൈസ്. അപ്പം ഈ ആരാട്ടി ചളമാക്കി ഗെയ്സ് എന്ന് അനന്തുനെ കളിയാക്കുന്നത്. ഇയാൾ എങ്ങനെ സംസാരിക്കുന്നത്? ആരാട്ടി കൊലമാക്കി ഗെയ്സ് എന്ന് അനന്ത് പറഞ്ഞു. നാച്ചുറലായിട്ട് ഒരാളുടെ തന്തയ്ക്ക് വിളിക്കുന്നത് തെറ്റാണോ? ഇത് തെറ്റാണെങ്കിൽ പറയൂ. കഷ്ടം. ചളവാക്കി എനിക്ക് ആ ഒരു പോയിന്റ് വേണം മനസ്സിലായത്. അനന്തു അത്രയും ദഹിച്ചിട്ടില്ല സിജോ വീട്ടിൽ വന്ന കാര്യം. എനിക്ക് അങ്ങനെ പേഴ്സണലി ഫീൽ ചെയ്താണ്, പക്ഷേ എന്നെ തോന്നലായിരിക്കാം. എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. എൻ്റെ അച്ഛനെ വിളിച്ചിട്ട് എൻ്റെ വീട്ടിൽ കയറി വന്നാൽ എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. എന്ത് സോൾവ് ചെയ്യാൻ വേണ്ടി വന്നാലും അനന്തു ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ നല്ല മനസ്സ്. വീട്ടിൽ കയറി വന്ന ഒരാളെ ഇറങ്ങി പോകാൻ അത് ഞാനും പറയത്തില്ല. വന്നിരുന്ന് സംസാരിച്ചിട്ട് ഇറങ്ങി പോകും. അതിനപ്പുറം ഒന്നും സംഭവിക്കില്ല. ഇവിടെ അനന്തു ഓക്കെ എല്ലാം കോംപ്രമൈസ് ചെയ്തു, എല്ലാം സോൾവ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് പോലും അനന്തുവിനെ വെറുതെ വിടാത്ത ആൾക്കാരാണ് നിങ്ങൾ. പിന്നെയും അവനെ പുറകെ നടന്ന് കുത്തുകയാണ്. ഇപ്പം താൻ ചെയ്യുന്നത് അത് തന്നെയാണ്, അനന്തുവിനെ കുത്തുകയാണ്. പിന്നെ എന്താണോ എവിടെയാണോ സോൾവ് ആയത്? നമ്മൾ ഒരാളെ തെറി വിളിക്കുമ്പോൾ ചീത്ത വിളിക്കുമ്പോഴത്തേക്ക് ചിലവർക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും, റിയാക്ട് ചെയ്യും. ചിലവർക്ക് പോട്ടേന്ന് വിളിക്കും. അപ്പോൾ പല ആളുകൾ ഇപ്പോൾ ചെലുത്താൻ അല്ലെങ്കിൽ അങ്ങനെ കുറേ ആളുകൾ എത്ര തെറി വിളിച്ചാലും ഒരു പ്രശ്നമില്ല, അത് കേട്ടോണ്ടിരിക്കും, അത് റിയാക്ട് ചെയ്തില്ല. കാരണം അവൻ്റെ ഒരു സ്വഭാവ സവിശേഷത ആയിരിക്കാം. ഞാൻ ഒരാളെ എടുത്തു പോയല്ല, ഞാൻ പല യൂട്യൂബേഴ്സിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് പറഞ്ഞതാണ്. സോ എന്തായാലും സിജോ പ്രശ്നം സോൾവ് ആക്കി അത് മുന്നോട്ട് പോയി നന്നായി എനിക്ക് ഫീൽ ചെയ്യും. എന്തായാലും ഇതവിടെ നിൽക്കട്ടെ അല്ലേ, ഇനി വേറെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം. അനന്തുവിനെ പേഴ്സണലി നമുക്ക് ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ്. കാരണം നർമ്മപരമായിട്ട് കാര്യങ്ങളെ സമീപിക്കുകയും അധികം വലിച്ചു കിട്ടാതെ കാര്യങ്ങൾ ഡെപ്തിൽ പറയും. ഇത് നല്ല സ്റ്റഡി നടത്തുന്ന ആളാണ്. കാരണം മിക്ക വീഡിയോസും ഡൗൺലോഡ് ചെയ്തു. കാരണം സിജോയെ റോസ്റ്റ് ചെയ്ത സമയത്ത് ഒരു സിജോയുടെ പഴയ വീഡിയോസ് ഒക്കെ തപ്പി എടുത്ത് കണ്ടുപിടിച്ച് അതിൽ നിന്ന് വേണ്ട ക്ലിപ്സ് ആക്കി. കാരണം നമുക്കൊരു വീഡിയോ 15 മിനിറ്റ് വീഡിയോ 3 പ്രാവശ്യം കേൾക്കുമ്പോഴായിരിക്കും അതൊരു 10 സെക്കൻഡ് സാധനം നമുക്ക് കിട്ടുന്നത്. സോ അത്രയും സമയം കണ്ടെത്തി നമ്മൾ ചെയ്ത വീഡിയോ, അതുകൊണ്ടായിരിക്കാം 2 ലക്ഷത്തോളം ഫോളോവേഴ്സ് അദ്ദേഹത്തിനുള്ളത്. സോ വലിയ കാര്യം തന്നെയാണ്, സംശയമുള്ള കാര്യമാണ്. പക്ഷേ ചിലവരോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്ക് നമ്മൾ കാണിക്കേണ്ട ചില ഡെക്കോറും അല്ല എറ്റിക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മര്യാദയ്ക്ക് നിൽക്കുവാണെങ്കിൽ പ്രശ്നമില്ലാതെ പോകുന്നതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. സേട്ടാ കോമഡി പറയല്ലേ സേട്ടാ. ഡെക്കോറം, എത്തിക്സ്, ആരാ എത്തിക്സ് കീപ്പ് ചെയ്യുന്നത്? നിങ്ങൾ ഇവിടെ ഈ സംസാരിക്കുന്നത് എത്തിക്സ് നോക്കിയിട്ടാണോ? സോൾവ് ചെയ്ത ഇഷ്യൂ വീണ്ടും അവനെ കുറ്റം പറയുന്ന എത്തിക്സ് നോക്കിയിട്ടാണോ? ഒന്നുമല്ല. എനിവേ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിനുസേട്ടൻ പറയുന്നത്. നമുക്കെന്തായാലും വിനുസേട്ടൻ്റെ വീഡിയോ ഒരുപാട് ഇഷ്ടപ്പെട്ടു. വിനുസേട്ടൻ്റെ സംസാരം ഒരുപാട് ഇഷ്ടപ്പെട്ടു. വിനുസേട്ടൻ അനന്തുവിനെ കളിയാക്കിയതും ഇഷ്ടപ്പെട്ടു. അപ്പോൾ വിനുസേട്ടൻ സിജോനെ ഒന്ന് ന്യായീകരിക്കാൻ വന്നതാണ്. പക്ഷേ സിജോ ഒന്നുകൂടി മേളിലേക്ക് കയറി വിനുസേട്ടൻ സിജോയുടെ തൊട്ട് താഴെ എത്തിയെന്ന് തോന്നുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ കമൻറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അത് പറഞ്ഞു തരിക. താങ്ക് യു.